ഓക്കെ, നമ്മൾ സ്റ്റാറിന്റെ ഇവല്യൂഷനിൽ മെയിൻ സീക്വൻസ്, അതായത് ആദ്യം പ്രീ മെയിൻ സീക്വൻസ് സ്റ്റേജ് കണ്ടു. ഒരു പ്രോട്ടോ സ്റ്റാറിൽ നിന്ന് എങ്ങനെയാണ് മെയിൻ സീക്വൻസ് സ്റ്റാർ ആകുന്നത്. മെയിൻ സീക്വൻസിൽ നിന്നുള്ള ഇവല്യൂഷൻ കണ്ടു. മെയിൻ സീക്വൻസിൽ നിന്നുള്ള ഇവല്യൂഷൻ നമ്മൾ റെഡ് ജയന്റ്സിനെ കുറിച്ചും അതിൽ ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള സ്റ്റാർസ്, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റബിലിറ്റി സ്ട്രിപ്പിൽ വരുന്ന സ്റ്റാർസിനെ പൾസേഴ്സ്, ഓക്കെ, പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ള സ്റ്റാർസിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഓൾറൈറ്റ്, ഇനി ഇതിന്റെ അവസാന ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഹൗ ഡു ദ സ്റ്റാർസ് ഡൈ, ദ ഡെത്ത് ഓഫ് സ്റ്റാർസ്. സോ സ്റ്റാർസ് ആർ ബോൺ ആൻഡ് ദേ ഡൈ. ഓക്കെ, അപ്പൊ ഈ ഡെത്ത് ഓഫ് ദ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് യൂണിവേഴ്സിന്റെ തുടക്കം മുതലുള്ള അല്ലെങ്കിൽ സ്റ്റാർ ഫോർമേഷൻ തുടങ്ങിയ കാലത്തുള്ള സ്റ്റാർസിന്റെ ഒക്കെ ഡെത്ത്, ഡെഡ് ആയിട്ടുള്ള സ്റ്റാർസുമായിട്ട് ബന്ധപ്പെട്ട ഒബ്സർവേഷൻസ് നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട്. ഓൾറൈറ്റ്, സോ വി വാട്ട് ഡു സേ put it put it in perspective with all the knowledge that we have today. സ്റ്റാറിന്റെ ഇവല്യൂഷനെ കുറിച്ച് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ അറിയാം. അപ്പൊ ഇതും ഇങ്ങനെയുള്ള ഒബ്സർവേഷൻസും കൂട്ടി വായിക്കുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് സംതിങ് അബൌട്ട് ദ ഡെത്ത് ഓഫ് ദ സ്റ്റാർസ്. ഓക്കെ, അപ്പൊ ഇതിൽ വീണ്ടും ലോ മാസ് സ്റ്റാർ, ഇവിടെ വീണ്ടും മാസ് ആണ് ഡിറ്റർമിനിങ് ആയിട്ടുള്ള കാര്യം. ഇതിന്റെ ഡെത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇതിന്റെ മാസ് തന്നെയാണ്. ലോ മാസ് സ്റ്റാർസ് ആണെങ്കിൽ അങ്ങനെ വലിയ ബഹളമൊന്നും ഇല്ലാതെ ഇറ്റ് വിൽ ഗോ ഇൻ ടു വാട്ട് ഈസ് ഒരു ഡെലിക്കേറ്റ്, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക്. ആൻഡ് ഇൻ ദ എൻഡ് അപ്പ് ആസ് വാട്ട് യു കോൾ ആസ് വൈറ്റ് ഡ്വാർഫ്സ്. ഓക്കെ, അത് കൂൾ ആയിട്ടുള്ള സ്റ്റാർസ് ആണ് വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്നത്. അതിൽ ഈ എന്താണ് പ്രോസസ് ഒക്കെ നിന്നു. ഓൾറൈറ്റ്, ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ് ഒക്കെ നിന്ന് കഴിഞ്ഞ് ഗ്രാവിറ്റേഷനിൽ കോൺട്രാക്റ്റഡ് ആയി. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ബാലൻസ് ചെയ്യാൻ കഴിയില്ല. ഓൾറൈറ്റ്, ബട്ട് ദർ ഇസ് സംതിങ് എൽസ് ദാറ്റ് ബാലൻസസ് ദീസ് തിങ്സ്. ഓൾറൈറ്റ്, അപ്പോൾ ലോ മാസ് സ്റ്റാർസ് വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് എത്തുന്നത്. ഓക്കെ, ഇനി അതേസമയം ഹൈ മാസ് സ്റ്റാർസ് ആണെങ്കിൽ വളരെ വയലന്റ് ആയിട്ടാണ് അതിന്റെ ഡെത്തിലേക്ക് പോകുന്നത്. റൈറ്റ്, സോ ദർ വിൽ ബി എക്സ്പ്ലോഷൻ ആൻഡ് ദിസ് എക്സ്പ്ലോഷൻസ് ആർ കോൾഡ് സൂപ്പർനോവ, വിച്ച് വി ക്യാൻ സ്റ്റിൽ ഒബ്സർവ് റൈറ്റ് ഫ്രം ടൈം ടു ടൈം. പീപ്പിൾ ഹാവ് ഒബ്സർവ്ഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ലോ മാസ് സ്റ്റാർസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അതായത് വൈറ്റ് ഡ്വാർഫ്, അതായത് വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ് ആയിട്ട് മാറുന്ന സ്റ്റാർസ്. അപ്പോൾ അത് ഈ വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ഫേസ് ആണ് അസിംപ്റ്റോട്ടിക് ജയന്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇത് നമ്മൾ റെഡ് ജയന്റ് ആകുന്ന സ്റ്റേറ്റ് കണ്ടിരുന്നു. അതിന്റെ മെയിൻ സീക്വൻസ് ലൈഫ് ടൈം കഴിയുമ്പോൾ ഒരു സ്റ്റാർ റെഡ് ജയന്റ് സ്റ്റാർ ആയിട്ട് മാറും, റൈറ്റ്, ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് മാസ്. When a star becomes a red giant, it moves left across the HR diagram along the horizontal path as its luminosity remains almost constant. Right? അപ്പോൾ ഇതിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ HR ഡയഗ്രത്തിലുള്ള എവല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെഡ് ജയന്റ് സ്റ്റാർ, റൈറ്റ്, അതിൽ സംഭവിക്കുന്നത് ഹീലിയം ബേണിംഗ് ആണ്. കോറിൽ സംഭവിക്കുന്ന ഹീലിയം ബേണിംഗ് ആണ്. അതായത് ഹൈഡ്രജൻ, കോറിലുള്ള ഹൈഡ്രജൻ മുഴുവൻ യൂസ്ഡപ്പ് ആയി ഹീലിയം ആയി കഴിഞ്ഞു. റൈറ്റ്, ഇനി സംഭവിക്കുന്നത് ഹീലിയം ബേണിംഗ് ആണ്. അപ്പൊ ഹീലിയം ബേണിംഗ് ഈ ട്രിപ്പിൾ ആൽഫ പ്രോസസ്, അല്ലെ ട്രിപ്പിൾ ആൽഫ പ്രോസസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കാർബണും ഓക്സിജനുമായിട്ട് മാറുകയാണ്. റൈറ്റ്, അതായത് ഹീലിയം ന്യൂക്ലിയായി ഫ്യൂസ് ചെയ്തിട്ട് യു ഗെറ്റ് കാർബൺ ആൻഡ് ഓക്സിജൻ. അപ്പൊ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സിലൂടെയാണ് അവിടെ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത് കുറെ കാലത്തേക്ക് തുടരും. ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ അബൌട്ട് 100 million years. So during this time, all helium fuel has been used up and converted into carbon and oxygen. When helium fuel exhausts, nuclear fusion stops. Okay, അതായത് ഹീലിയം ഫ്യൂവൽ എക്സോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഹീലിയം ഫ്യൂവൽ ഇല്ലാതാകുന്ന സമയത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. റൈറ്റ്, now at this point the force of radiation, ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫോഴ്സ് ഓഫ് റേഡിയേഷന് ഇൻവേർട്ട് ഗ്രാവിറ്റേഷണൽ പുള്ളിനെ കൗണ്ടറാക്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ കോർ കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ കോർ കോൺട്രാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് ഡീജനറേറ്റ് ഇലക്ട്രോൺ പ്രഷറിലൂടെയാണ്. ഡീജനറേറ്റ് ഇലക്ട്രോൺ പ്രഷർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ബേസിക്കലി ഒരേ സ്റ്റേറ്റിൽ നമുക്ക് രണ്ട് ഇലക്ട്രോൺസിനെ, ഒന്നിലധികം ഇലക്ട്രോൺസിനെ എക്സാക്ട്ലി ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ നിലനിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരേ പോയിന്റിലേക്ക്, സ്പേസിലുള്ള ഒരേ പോയിന്റിലേക്ക് ഇലക്ട്രോണുകളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അപ്പൊ ഈ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കാരണം, അല്ലെ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ ടേംസിൽ പറയുന്ന വേവ് ഫംഗ്ഷൻ ആന്റിസിമെട്രിക് ആയത് കാരണം, ഓക്കെ, ഇതിനെ തടയുന്ന ഒരു പ്രഷർ ഉണ്ട്. റൈറ്റ്, സോ ദർ ഇസ് എ റെസിസ്റ്റൻസ് if you try to put all the electrons into one state. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഡിജനറസി പ്രഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിജനറേറ്റ് ഇലക്ട്രോൺ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ഈ ഇത്തരത്തിലുള്ള കണ്ടിന്യൂഡ് ആയിട്ടുള്ള കോൺട്രാക്ഷനെ തടയുന്ന ഒരു പ്രഷർ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കോർ കോൺട്രാക്ഷന്റെ ഈ ഒരു കോർ കോൺട്രാക്ഷൻ, അതുവരെ കോർ കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്, ഓക്കെ, ദർ ഇസ് എ റിലീസ് ഓഫ് ഹീറ്റ് ബൈ കോർ ഇൻ ടു ദ ഹീലിയം ഗ്യാസ് സറൗണ്ടിങ് ദ കോർ. റൈറ്റ്, അപ്പൊ ഹീലിയം ഗ്യാസ്, ഈ കോറിന് ചുറ്റും ഹീലിയം ഗ്യാസ് ഉണ്ട്.
അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ റെഡ് ജയന്റ് സ്റ്റാറിന്റെ കേസിൽ പറഞ്ഞതുപോലെ ഈ ഒരു ചെറിയ ഹീലിയം സ്ട്രിപ്പ് അല്ലെങ്കിൽ ചെറിയ ഹീലിയം ഷെല്ലിൽ വീണ്ടും ഈ ഹീലിയം ബേണിംഗ് സംഭവിക്കും. സോ ഹീലിയം ബേണിംഗ് ബിഗിൻസ് ഇൻ എ തിൻ ഷെൽ അറൌണ്ട് ദ കാർബൺ ഓക്സിജൻ കോർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെയാണ് റെഡ് ജയന്റിന്റെ കേസിൽ സംഭവിച്ചത്. കോറിൽ ഹീലിയമായി, കോറിന് ചുറ്റുമുള്ള ഹൈഡ്രജൻ ഷെല്ലിൽ, ഹൈഡ്രജൻ വീണ്ടും അവൈലബിൾ ആണ്, കോറിന് ചുറ്റുമുള്ള ഹൈഡ്രജൻ ഷെല്ലിൽ ഒരു തിൻ ഷെല്ലിൽ ഈ ഹൈഡ്രജൻ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുമെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എക്സെപ്റ്റ് കോറിൽ ഇപ്പോൾ ഉള്ളത് കാർബൺ ഓക്സിജൻ ആണ്. ചുറ്റും ഹീലിയം ഉണ്ട്. ഈ ഹീലിയത്തിന്റെ ഒരു തിൻ ഷെല്ലിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ട്രിഗർ ചെയ്യപ്പെടും. ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ ട്രിഗർ ചെയ്യുന്നതിന്റെ കാരണം ഈ കോൺട്രാക്ഷൻ കാരണമുള്ള റിലീസ് ഓഫ് ഹീറ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ട അതേ കേസ് തന്നെയാണ്. ഇറ്റ്സ് വെരി സിമിലർ ടു ദാറ്റ്. അപ്പൊ ഇതിനെ നമ്മൾ നേരത്തെ ഷെൽ ഹൈഡ്രജൻ ബേണിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ദിസ് ഇസ് കോൾഡ് ഷെൽ ഹീലിയം ബേണിംഗ്. ഓക്കെ, നൗ ദ സ്റ്റാർ എൻറ്റേഴ്സ് എ സെക്കൻഡ് റെഡ് ജയന്റ് ഫേസ്. ഇപ്പൊ നമ്മൾ റെഡ് ജയന്റ് ഫേസിൽ സംഭവിച്ച അതേ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. എക്സെപ്റ്റ് അവിടെ ഹൈഡ്രജൻ ആണ് ബേൺ ആയതെങ്കിൽ ഇവിടെ ഹീലിയം ആണ് ബേൺ ആവുന്നതെന്ന് മാത്രം. അപ്പൊ ഇതിനെ നമ്മൾ ഒരു സെക്കൻഡ് റെഡ് ജയന്റ് ഫേസ് എന്നാണ് പറയുന്നത്. The hydrogen shell burning causes the outer layers to expand and cool. ഇത് റെഡ് ജയന്റിന്റെ കേസിൽ, this is in the case of red giants. ഈ കേസിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. The energy from the helium burning star also causes the outer layers to expand and cool. So the low mass star rises into the red giant region of the HR diagram for a second time. This time it's due to helium burning or shell helium burning. അപ്പൊ ഈ ഒരു ഫേസിൽ റെഡ് ജയന്റ് സ്റ്റാറിന് ഗ്രേറ്റർ ആയിട്ടുള്ള ലൂമിനോസിറ്റി ഉണ്ട്. ലൂമിനോസിറ്റി ഇസ് ഗ്രേറ്റർ. ദിസ് ഫേസ് ഓഫ് സ്റ്റാർസ് ലൈഫ് ഇസ് കോൾഡ് അസിംപ്റ്റോട്ടിക് ജയന്റ് ബ്രാഞ്ച്, ഓർ AGB. ഈ ഒരു പെർട്ടിക്കുലർ ഫേസ്, അതായത് രണ്ടാമത് റെഡ് ജയന്റ് ആയി മാറുന്ന ഈ ഷെൽ ഹീലിയം ബേണിംഗ് കാരണം രണ്ടാമത് റെഡ് ജയന്റ് എന്നുള്ള പോയിന്റിലേക്ക് എത്തുന്ന ഇതിനെയാണ് നമ്മൾ അസിംപ്റ്റോട്ടിക് ജയന്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്രാഞ്ചിലുള്ള സ്റ്റാർസിനെ നമ്മൾ AGB സ്റ്റാർസ് എന്ന് പറയുന്നത്. And the AGB star consists of a central core. Central core il endanulladu carbon oxygen mix aanullathu, surrounded by a helium burning shell, which in turn is surrounded by a helium rich shell. This is further surrounded by a hydrogen burning shell also. ഈ കോറിലാണ് ഈ ഫ്യൂഷൻ എന്താണ് കോറിലാണ് നമ്മുടെ ഫ്യൂവൽ എല്ലാം തീർന്നു പോയത്. ആദ്യം ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, അത് തീർന്നു, ഹീലിയമായി, ഹീലിയം തീർന്നു, കാർബൺ ഓക്സിജൻ ആയി. ബട്ട് ചുറ്റും അബണ്ടൻസിൽ ഹൈഡ്രജനും ഹീലിയം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹൈഡ്രജൻ ബേണിംഗ് സംഭവിച്ചു, അത് എക്സ്പാൻഡ് ചെയ്തു, കുറെ ഹൈഡ്രജൻ ബേൺ ചെയ്ത് ഹീലിയമായി. അപ്പൊ ഹീലിയം ഉണ്ട്, കോറിൽ കാർബൺ ഓക്സിജൻ ഉണ്ട്, ഔട്ടർ ലേയേഴ്സിലേക്ക് വേണം വീണ്ടും ഹൈഡ്രജൻ ബാക്കിയുണ്ട്. So all these things are there. Okay, now the size of the star is huge. These are huge stars, these are giants. The core region is about the same size as the earth. അത്ര dense ആണ്, earthന്റെ സൈസ് മാത്രമേ core region ഉണ്ടാവുള്ളൂ. Okay, total size is as large as the orbit of the earth. The core വളരെ ചെറുതും, you have a huge outer layer. Okay, huge size for the outer layer. Okay, ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു സോളാർ മാസ് ഉള്ള AGB സ്റ്റാറിന്റെ ലൂമിനോസിറ്റി, അതുപോലെ ഇതിന്റെ ലൂമിനോസിറ്റി വളരെ ഹൈ ആണ്. അതായത് ലൂമിനോസിറ്റിക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു സോളാർ മാസ് ഉള്ള ഒരു AGB സ്റ്റാറിന്റെ ലൂമിനോസിറ്റി എന്ന് പറഞ്ഞത് സോളാർ ലൂമിനോസിറ്റിയുടെ 10,000 ടൈംസ് ആണ്. 10,000 മടങ്ങാണ്. It is calculated that after 8 billion years sun will become an AGB star. അപ്പോൾ നമ്മുടെ കറന്റ് മോഡൽസ് അനുസരിച്ച്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച മോഡൽസ് അനുസരിച്ച് നമ്മുടെ സണ്ണിന്റെ ഫേറ്റ് ഇത് തന്നെയാണ്. ഇറ്റ് വിൽ ബിക്കം an AGB star and it is still 8 billion years more. ഈ സണ്ണിന് ഈ ഒരു ചേഞ്ച് സംഭവിക്കുന്നതിന് മുമ്പ് 8 ബില്യൺ വർഷങ്ങൾ കൂടെ ഉണ്ട്. ഇപ്പൊ പല AGB സ്റ്റാർസും ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ നോക്കുകയാണെങ്കിൽ കോർ വളരെ ചെറുതാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ കോർ ഇസ് വെരി സ്മോൾ. ദർ ഇസ് ഹൈഡ്രജൻ റിച്ച് ഔട്ടർ ലെയർ. ഹൈഡ്രജൻ റിച്ച് ആയിട്ടുള്ള ഔട്ടർ ലെയർ ഉണ്ട്. ഈ കോർ നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുകയാണ്, നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതൊരു കാർബൺ ഓക്സിജൻ കോർ ആണ്. ദിസ് ഇസ് കാർബൺ ഓക്സിജൻ റിച്ച് കോർ. അതിനു ചുറ്റും ഹീലിയം ബേണിംഗ് നടക്കുന്ന ഒരു സ്ട്രിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഹീലിയം ബേണിംഗ് നടക്കുന്ന ഒരു ഷെല്ലുണ്ട്. അതിനു ചുറ്റും ഹൈഡ്രജൻ ബേണിംഗ് നടക്കുന്ന വേറൊരു ഷെല്ലുണ്ട്. ആൻഡ് ഓൾ ദീസ് തിങ്സ് ആർ അഗൈൻ surrounded by a hydrogen rich outer layers. Okay, so this is the structure of an AGB star. The end of an AGB star's life. റെഡ് ജയന്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇതാണ്. റെഡ് ജയന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാർ ഉണ്ട്. റെഡ് ജയന്റ് ഫേസ് ഉണ്ട്. ഈ ഫേസിൽ നിന്ന് ഏകദേശം 100 മില്യൺ ഇയേഴ്സ് കഴിയുമ്പോഴാണ് അത് ഫേസ് 2ലേക്ക് എത്തുന്നത്. അതിനെയാണ് നമ്മൾ AGB സ്റ്റാർ എന്ന് വിളിച്ചത്. AGB സ്റ്റാർ എന്ന് വിളിച്ചത്.
ഇനി ടൈം പാസ് ചെയ്യുമ്പോൾ എ ജി ബി സ്റ്റാർ ഓൾസോ ഗ്രോസ് ഇൻ സൈസ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് കാരണം ഇറ്റ് ഗ്രോസ് ഇൻ സൈസ്, ഇൻക്രീസസ് ഇൻ ഇറ്റ്സ് ലൂമിനോസിറ്റി. സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ലൂമിനോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, along with an increase in the rate of loss of mass. ഓക്കെ, അത് മാത്രമല്ല, it also loses mass. It also loses mass. Okay, some of the outer layers are thrown away. ഇനി എ ജി ബി സ്റ്റാർ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ സ്റ്റാർ ഇസ് നിയറിംഗ് ഇറ്റ്സ് എൻഡ്. ഓക്കെ, ഫോർ എ സ്റ്റാർ ഓഫ് മാസ് ലെസ് ദാൻ 8 സോളാർ മാസ്, 8 സോളാർ മാസിനേക്കാളും കുറവാണെങ്കിൽ ഇതിന്റെ ഔട്ടർ ലേയേഴ്സ് സ്റ്റെല്ലാർ വിൻഡ് കാരണം നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ഇനി 8 സോളാർ മാസിനേക്കാളും കൂടുതൽ ആണെങ്കിൽ അത്ര ക്വയറ്റ് ആയിട്ടല്ല സംഭവിക്കുക. ദർ വിൽ ബി എൻ എക്സ്പ്ലോഷൻ കോൾഡ് സൂപ്പർനോവ. ഈ ഔട്ടർ ലേയേഴ്സിനെ വലിച്ചെറിയുന്ന പ്രോസസ്സാണ് ഈ സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണുന്നുണ്ടാവും. The formation of AGB star results in the production of carbon and oxygen via alpha triple process. This will enrich the interstellar medium with carbon and oxygen. Alright. അപ്പോൾ എ ജി ബി സ്റ്റാറിൽ കാർബൺ ഓക്സിജൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതായത് മെറ്റൽസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളെന്ന് പറഞ്ഞു മെറ്റൽസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഹീലിയം ഹൈഡ്രോജനും അല്ലാത്തതിനാണ് നമ്മൾ മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഔട്ടർ ലേയേഴ്സ് സ്ട്രിപ്പ് ആകുമ്പോഴോ അല്ലെങ്കിൽ സൂപ്പർനോവ എക്സ്പാൻഷൻ സംഭവിക്കുമ്പോഴൊക്കെ ഈ ഇന്റർസ്റ്റെല്ലാർ മീഡിയത്തിൽ ഈ മെറ്റൽസ് ഒക്കെ അവൈലബിൾ ആകുകയാണ്. റൈറ്റ്, ഈ മെറ്റൽസും ഇങ്ങനെയുള്ള കാര്യങ്ങളും അവൈലബിൾ ആകുകയാണ്. റൈറ്റ്, അപ്പോൾ ഈ പുതിയ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പുതിയൊരു സ്റ്റാറിന്റെ ഫോർമേഷന് വേണ്ടി ഉപയോഗിക്കപ്പെടാം. ഓക്കെ, സോ വിൽ സീ ദാറ്റ് ലേറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇനീഷ്യലി നമ്മൾ ന്യൂക്ലിയർ സിന്തസിസ്, ബിഗ് ബാങ് ന്യൂക്ലിയർ സിന്തസിസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ആദ്യത്തെ നമ്മൾ പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ കുറച്ച് എലിമെന്റ്സ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ശരീരത്തിൽ കാർബൺ, ഓക്സിജൻ ഇങ്ങനെയുള്ള എലിമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം വന്നിരിക്കുന്ന ഏതോ സ്റ്റാറിന്റെ ഇന്റീരിയറിലാണ്. കാരണം ഈ എലിമെന്റ്സ് ഉണ്ടാവണമെങ്കിൽ സ്റ്റാറിന്റെ ഇന്റീരിയർ പോലുള്ള സിറ്റുവേഷൻസ് ആവശ്യമാണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ ഏതൊക്കെയോ സ്റ്റാർസിന്റെ ഇന്റീരിയർ റീജിയനിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട എലിമെന്റ്സ് ആണ് ഈ ലൈഫിന്റെ ബേസിസ് എന്ന് പറയുന്നത്. റൈറ്റ്, അതുകൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് ആലങ്കാരികമായിട്ട് പറയാറുണ്ട്, വി ആർ ഓൾ സ്റ്റാർ ചിൽഡ്രൻ. റൈറ്റ്, നമ്മുടെ ഉള്ളിലുള്ള ഹൈഡ്രജനും കാർബൺ, ഓക്സിജൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെയോ സ്റ്റാറിന്റെ ഉള്ളിൽ കുക്ക് ചെയ്യപ്പെട്ടതാണ്. റൈറ്റ്, സോ വി ആർ ഹിയർ ബിക്കോസ് സം സ്റ്റാർ ഡൈഡ് ഇൻ ദ പാസ്റ്റ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ എവറിത്തിങ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റഫ് ഓഫ് സ്റ്റാർസ്. റൈറ്റ്, വി ആർ ഓൾ സ്റ്റാർ ചിൽഡ്രൻ എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട്. പ്ലാനറ്ററി നെബുലെ. നെബുല എന്ന് പറയുന്നത് ഇറ്റ്സ് ഇന്റർസ്റ്റെല്ലാർ സ്പേസ് കൺസിസ്റ്റിംഗ് ഓഫ് ഗ്യാസസ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഓർ ക്ലൗഡ്സ്. ഓക്കെ, നെബുല എന്ന് പറയുന്നത് ക്ലൗഡിനുള്ള ലാറ്റിൻ വാക്കാണ്. ക്ലൗഡ് എന്ന് നമ്മൾ പറയുന്നതിനുള്ള ലാറ്റിൻ വേർഡാണ് നെബുല. The study of stellar evolution nebulae plays an important in the study of stellar evolution, nebulae plays an important role since nebulae are the birthplaces of stars. നമ്മൾ സ്റ്റാർ ഫോർമേഷൻ ട്രിഗറിൽ നോക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ട് നെബുലയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്റ്റെല്ലാർ റിവല്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നെബുലയെ കുറിച്ചുള്ള പഠനം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ നെബുലയുടെ ഭാഗമായിട്ട് എന്താണ് സ്റ്റാർ എക്സ്പ്ലോഡ് ചെയ്തിട്ടുള്ള ഡെബ്രി, അവശിഷ്ടങ്ങളും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ യൂഷ്വലി നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ പോലെ സ്റ്റാറിന്റെ സൂപ്പർനോവ എക്സ്പ്ലോഷനോ അല്ലെ സ്റ്റെല്ലാർ വിൻഡ് വഴി അതിന്റെ എലിമെന്റ്സ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലൊക്കെ, ഔട്ടർ ലേയേഴ്സ് നഷ്ടപ്പെടുന്ന പോകുന്ന അവസ്ഥയിലൊക്കെ ഈ ഡെബ്രി, ഇതിന്റെ അവശിഷ്ടങ്ങൾ സ്റ്റെല്ലാർ മീഡിയത്തിന്റെ ഭാഗമാവും. ഇതും ഈ നെബുലയിൽ തന്നെയാണ് നമ്മൾ പെടുത്തുന്നത്. ഓക്കെ, ഈ പ്ലാനറ്ററി നെബുല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. പ്ലാനറ്ററി നെബുല ഇസ് an interstellar space containing gases, dust, particles of clouds, fast moving debris thrown away by the AGB stars at the ends of life with glowing core of stars. ഓക്കെ, അപ്പോൾ ഈ ഇന്റർസ്റ്റെല്ലാർ മീഡിയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ കുറെ നമ്മൾ നേരത്തെ നെബുലയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ there is also fast moving debris thrown away by the AGB stars. Okay, at their ends of life with a glowing core of stars. ഗ്ലോവിംഗ് കോർ, അപ്പൊ ഇതിന്റെ ഔട്ടർ ലേയേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ കോർ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഈ ഗ്ലോവിംഗ് കോർ ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്നത്. ഈ പ്ലാനറ്ററി നെബുല ആദ്യം ഡിസ്കവർ ചെയ്യപ്പെട്ട ചാൾസ് മെസ്സിയർ ആണ്. ഹി ഡിഡ് ഇറ്റ് ഇൻ 1764 ബട്ട് ഇറ്റ് വാസ് നെയിംഡ് ഓൺലി ഇൻ 1783. ഈ പ്ലാനറ്ററി നെബുലയുടെ ഫോർമേഷൻ നമ്മൾ ജസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. അതിൽ AGB സ്റ്റാറിന്റെ ഇന്റീരിയർ കോർ ഉണ്ടാവും. അതിന്റെ ഔട്ടർ ലേയേഴ്സിൽ നിന്ന് ഇജക്ട് ചെയ്യപ്പെട്ട പാർട്ടിക്കിൾസ്, ഓക്കെ, അല്ലെങ്കിൽ എലിമെന്റ്സ് എല്ലാം തന്നെ ഉണ്ടാവും. ഓക്കെ, ഡെബ്രി ഇതെല്ലാം ഉണ്ടാവും. അതുപോലെ ഇതിൽ പ്രധാനമായിട്ടും ഈ കോർ, ഇതിന്റെ വളരെ ഡെൻസ് ആയിട്ടുള്ള കോർ വിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ നെബുല എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലാനറ്ററി നെബുല എന്ന് പറയുന്നത് പുതിയ സ്റ്റാറിന്റെ ഫോർമേഷന് അനുയോജ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ട്രിഗേഴ്സ്. ഓക്കെ, സോ
അതുപോലെ ഈ കോർ സ്റ്റാർ, ബാക്കിയുള്ള കോർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. ഈ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും, ബിക്കോസ് ദ വേവ് ലെങ്ത് ഇറ്റ് എമിറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ. ഓക്കെ, ഇറ്റ്സ് വീൻസ് ലോ. അപ്പൊ അവിടെ ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് കാരണം ബാക്കിയുള്ള ആറ്റംസ് അയണൈസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടിച്ചേർന്നാണ് ഈ പ്ലാനറ്ററി നെബുല എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ സ്റ്റെല്ലാർ റെമിനൻസ് ഉണ്ട്, റൈറ്റ്, അതിന്റെ ഡെബ്രി ഉണ്ട്, എക്സ്പ്ലോഡിങ് AGBയുടെ ഡെബ്രി ഉണ്ട്, അതുപോലെ ഈ അയോൺസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉണ്ട്. റൈറ്റ്, ഇപ്പൊ നമ്മുടെ ഗാലക്സിയിൽ മാത്രം ഇതുവരെ 1500 ഓളം പ്ലാനറ്ററി നെബുലെ ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. റൈറ്റ്, ഇത്രയും നെബുലെ നമ്മൾ ദൂരെയുള്ള നെബുലെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർ ഫോർമേഷൻ നടക്കുന്നത് ആക്ച്വലി നമുക്ക് കാണാൻ കഴിയും. അതായത് വളരെ കാണാൻ കഴിയുന്ന പറഞ്ഞാൽ ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. ബട്ട് വി ക്യാൻ സീ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ, സ്റ്റാർ ഫോർമേഷന്റെ ഏതെങ്കിലും പെർട്ടിക്കുലർ സ്റ്റേജിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇലക്ട്രോൺ ഡീജനറേറ്റ് പ്രഷറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിന്റെ കോർ കൊളാപ്സ് ചെയ്യാതെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇതിന്റെ ഔട്ടർ ലെയർ ഇജക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, ബാക്കി ആകെ ഉള്ളത് ഈ ഹോട്ട് കാർബൺ ഓക്സിജൻ റിച്ച് കോർ ആണ്. ഓക്കെ, അപ്പൊ ഈ കോർ എനർജി പ്രൊഡക്ഷൻ നിർത്തിക്കഴിഞ്ഞു, കാരണം ഫ്യൂവൽ ഇല്ല. റൈറ്റ്, അതായത് ഈ കാർബണും ഓക്സിജനും ഫ്യൂസ് ചെയ്ത് ഹയർ എലിമെന്റ്സ് ഉണ്ടാകാൻ മാത്രമുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ എനർജി അവിടെ ഇല്ല. ദാറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് എനർജി. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഉള്ളിലേക്കുള്ള കോൺട്രാക്ഷൻ നിന്ന് കഴിഞ്ഞു, കാരണം ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ കാരണം. ഞാൻ നേരത്തെ പറഞ്ഞു പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കാരണമുള്ള പ്രഷറാണ് ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നടക്കുന്നില്ല. പിന്നെ ആകെ സംഭവിക്കുന്നത് ഈ ബാക്കിയുള്ളത് പതുക്കെ കൂൾ ഡൗൺ ആവുകയാണ്. ഓക്കെ, ഈ കൂളിംഗ് ആയിട്ടുള്ള ഈ കൂളിംഗ് ഫേസിലുള്ള ഇതിനെയാണ് നമ്മൾ വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ് എന്ന് പറയുന്നത്. റൈറ്റ്, വൈറ്റ് ഡ്വാർഫ് സ്റ്റാറിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നില്ല, ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ തടയുന്നുണ്ട്. റൈറ്റ്, പിന്നെ ആകെ ഉള്ളത് കൂൾ ആയിട്ടുള്ളതിന്റെ ബാക്കിയാണ്, വെള്ളക്കുള്ളന്മാർ അല്ലെങ്കിൽ വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ് നമ്മൾ ഇതിനെ പറയും. ഓക്കെ, അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഹൈലി ഡെൻസ് ആണ്. അതുപോലെ പക്ഷെ നമ്മുടെ ഭൂമിയെ വെച്ച് നോക്കുമ്പോൾ ഭൂമിയെക്കാളും അധികം വലിപ്പമൊന്നും ഉണ്ടാവില്ല. റൈറ്റ്, ഏകദേശം അതിന്റെ വലിപ്പത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു വലിപ്പം പോലെ തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ്സ് വെരി ഡെൻസ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഡെൻസ്. റൈറ്റ്, അപ്പൊ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വൈറ്റ് ഡ്വാർഫ് ആയിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോൺ ഡീജനറസി. ഓക്കെ, റൈറ്റ്, സോ നമ്മൾ സാധാരണ കാണുന്ന കാര്യം, as the mass of the object increases, so does its size, and this applies to many astronomical objects, okay, such as stars on the main sequence. പക്ഷേ വൈറ്റ് ഡ്വാർഫിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ഓക്കെ, വൈറ്റ് ഡ്വാർഫിന്റെ മാസ് കൂടിയ മാസുകളാണെങ്കിൽ അത് കൂടുതൽ ചെറുതാവും, കാരണം ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ കൂടുതൽ നടക്കും. ഓക്കെ, സോ മോർ മാസീവ് വൈറ്റ് ഡ്വാർഫ് സ്റ്റാർ ദ സ്മോളർ ഇറ്റ് ഈസ്. കൂടുതൽ മാസ് ഉള്ളപ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷന്റെ എഫക്ട് കൂടുതലായതുകൊണ്ട് തന്നെ അത് ചെറുതായിരിക്കും. റൈറ്റ്, സോ മോർ മാസീവ് വൈറ്റ് ഡ്വാർഫ് സ്റ്റാർ ദ സ്മോളർ ഇറ്റ് ഈസ്. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ട ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കാരണം ഇതിന്റെ ഇലക്ട്രോൺ ഡീജനറസി. ഓക്കെ, അപ്പൊ ഇൻക്രീസിംഗ് ദ ഡെൻസിറ്റി ഓഫ് an object will lead to an increase in pressure as observed in main sequence stars, but the pressure in a white dwarf star is produced by degenerate electrons. Okay, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ എന്ന് പറയും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രഷറാണ്. റൈറ്റ്, പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കാരണമുള്ള പ്രഷറാണ്. ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ടേം അല്ല. യു വിൽ സീ ദാറ്റ് ഇറ്റ് ഡിപ്പെൻഡ്സ്, യു ക്യാൻ ഡിറൈവ് ഇറ്റ് ഫ്രം the what do you say, the antisymmetry of the wave function or the Pauli exclusion principle. അപ്പോൾ ഈ സ്റ്റാറിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ ആണ്. ഈ വൈറ്റ് ഡ്വാർഫ് സ്റ്റാർ നിലനിൽക്കുന്നത് ഇങ്ങനെ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഈക്വിലിബ്രിയം സ്റ്റേജിൽ തന്നെയാണ്. റൈറ്റ്, ഒരു ഇൻവേർട്ട് പുള്ളിംഗ് ഗ്രാവിറ്റി ഉണ്ട്, ഔട്ട്വേർഡ് ആയിട്ടുള്ള ഹീറ്റ് പ്രഷറിന് പകരമുള്ളത് ഇലക്ട്രോൺ ഡീജനറസി പ്രഷറാണ് എന്ന് മാത്രം. അതുപോലെ കൂടുതൽ മാസീവ് ആണെങ്കിൽ അതിന്റെ സൈസ് കുറവായിരിക്കും, വൈറ്റ് ഡ്വാർഫിന്റെ സൈസ് കുറവായിരിക്കും. മോർ മാസീവ് ലെസ് ഇസ് ദ സൈസ്. അടുത്ത ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഒറിജിൻ ആയ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ചില റിസൾട്ട്സ് മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ വൈറ്റ് ഡ്വാർഫ് സ്റ്റാറിന്റെ മാസ് റേഡിയസ് റിലേഷൻഷിപ്പ് നോക്കണം. നമ്മൾ പറഞ്ഞു മാസ് കൂടുകയാണെങ്കിൽ റേഡിയസ് കുറയുന്നു. ഓക്കെ, അപ്പൊ മാസ് വേഴ്സസ് റേഡിയസ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വി സീ ദാറ്റ് as mass increases the radius drastically goes down, right, and it doesn't stop anywhere. Okay, മാസ് കൂടുന്തോറും ഇതിന്റെ റേഡിയസ് കുറഞ്ഞു വരികയാണ്. ഇത് തിയററ്റിക്കലായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ തിയററ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത കാര്യമാണ്. ഓക്കെ, യൂസിങ് ഇക്വേഷൻസ് ഓഫ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ പോകുന്ന സമയത്ത് യു സീ ദാറ്റ് ദർ ഇസ് നോ സ്റ്റോപ്പിംഗ്. റൈറ്റ്, നത്തിങ് സ്റ്റോപ്സ്
the decrease in radius, ഈ റേഡിയസിലുള്ള ഡിക്രീസിനൊന്നും തടയുന്നില്ല. Alright, in the end നമ്മൾ ഇത് extrapolate ചെയ്യുമ്പോൾ we see that there is nothing to stop it from going to zero. Alright, it seems that it can go to zero radius. It can go to zero radius. So all this matter in zero radius. Okay, that means the density is infinite. Okay, so we'll come to that point, and in such a case we'll call it a black hole. Alright. So the more degenerate matter you put into a white dwarf star, the smaller it gets, because more massive, the smaller it becomes. Alright, but you cannot do this. You cannot keep on doing this. Okay, there's a maximum mass that a white dwarf can have. Alright, white dwarfിന് ഉണ്ടാകാവുന്ന ഒരു മാക്സിമം മാസ് ഉണ്ട്. അതിൽ കൂടുതൽ മാസ് ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ ഡീജനറസി പ്രഷറിന് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഇലക്ട്രോൺ ഡീജനറസി പ്രഷറിന് ഈ ഇൻവേർട്ട് ഗ്രാവിറ്റേഷണൽ പുള്ളിനെ counterbalance ചെയ്യാൻ കഴിയില്ല, and then it will contract further. Alright, then it can become a neutron star or a black hole. അപ്പോൾ ഈ മാസ് എന്ന് പറയുന്നത് വൈറ്റ് ഡ്വാർഫ് സ്റ്റാർ ആയിരിക്കാൻ ഉള്ള മാസ് എന്ന് പറയുന്നത് 1.4 സോളാർ മാസ് ആണ്. ഇതിനെ നമ്മൾ ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത് 1.4 സോളാർ മാസിൽ താഴെയോ ആണെങ്കിൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അറൗണ്ട് 1.4 സോളാർ മാസ് ആണെങ്കിൽ it will become a white dwarf. Alright, but if it's more than 1.4 solar masses, then it will contract further, beating electron degeneracy pressure. Electron degeneracy pressure ne തോൽപ്പിച്ചുകൊണ്ട് വീണ്ടും contract ചെയ്യും. Okay, depending on the mass. Alright. Now it is the mass for which the mass radius relationship drops to zero, so that a white dwarf star with a mass equal to a Chandrasekhar limit will shrink to a very small size. Okay, നമ്മൾ 0 എന്ന് പറയുന്നുണ്ടെങ്കിൽ it's not 0, it's a very small size. But no star with a mass greater than 1.4 solar mass can be supported against the crush of gravity by the pressure of the degenerate electrons. 1.4 solar mass കൂടുതലുണ്ടെങ്കിൽ there's nothing to stop, so at least, okay, the electron degeneracy pressure is not sufficient to stop the gravitational collapse. Okay. പക്ഷെ എല്ലാ സ്റ്റാറുകളും ഈ 1.4 സോളാർ മാസിന്റെ താഴേക്ക് വരുന്നില്ല. നമുക്കറിയാം കുറച്ച് ഇതൊക്കെ എജക്ട് ചെയ്ത് കളയും, കുറച്ച് ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെടും. പക്ഷെ ഇതിന്റെ മാസ് നമുക്ക് ആവശ്യമുള്ള റേറ്റിൽ കുറയണമെന്നില്ല. ഓക്കെ, അപ്പൊ അത്തരം കേസുകളിൽ കോൺട്രാക്ഷൻ cannot be stopped by degenerate electrons. Okay, it will contract. The star collapse even further to become neutron stars or black holes. അപ്പൊ രണ്ട് വൈറ്റ് ഡ്വാർഫ് സ്റ്റേജിന് വൈറ്റ് ഡ്വാർഫ് ആയിട്ട് നിലനിൽക്കാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ മാസ് ഉണ്ടെങ്കിൽ it will either become a neutron star or a black hole. Okay. അതുപോലെ the matter making up white dwarf star consists mostly of ionized oxygen and carbon atoms, which are floating in a sea of fast moving degenerate electrons. Alright, അപ്പോൾ അത് അയണൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണുള്ളത്. ആവശ്യത്തിന് പ്രഷർ കൊടുക്കുകയാണെങ്കിലും അയണൈസ്ഡ് ആവും. Alright, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിലും it gets ionized. Okay, so it has carbon and oxygen atoms, mainly ionized oxygen and carbon atoms, and then electrons moving around. Right, this is what you expect to see in a white dwarf star. അതുപോലെ ഇതിന്റെ ഡെൻസിറ്റി വളരെ ഹ്യൂജ് ആണ്. 10⁹ kilogram per meter cube. If you take 1 meter cube, it's 10⁹ kilogram. Alright. അപ്പൊ ഇതില് ഇങ്ങനെ ഈ നമ്പർ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, 1 teaspoon of white dwarf matter weighs about 5.5 tons. അത്ര ഡെൻസ് ആണത്. ഓക്കെ, അതിന്റെ 1 teaspoon എമൗണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ it will weigh about 5.5 tons. Okay, equal to weight of an elephant. So 1 teaspoon of white dwarf stuff gives you 1 elephant's weight, 1 elephant's mass. Okay. അടുത്ത 1.4 സോളാർ മാസിനേക്കാളും കൂടുതലാണ് മാസെങ്കിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഡീജനറസി പ്രഷറിന് ഈ ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ തടയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഉള്ള ഒരു പോസിബിൾ സ്റ്റേജ് ആണ് ന്യൂട്രോൺ സ്റ്റാർസ് എന്നുള്ളത്. ഓക്കെ, ന്യൂട്രോൺ സ്റ്റാർസിൽ പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് സ്റ്റാർസിനെയാണ് പൾസേഴ്സ് എന്ന് പറയുന്നത്. So these are radio sources. Okay, pulsars എന്ന് പറയുന്നതിന്റെ RS എന്ന് പറയുന്നത് radio source എന്നുള്ള ഇതിന്റെ ചുരുക്ക പേരാണ്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. We just discussed this before. Okay, so these are pulsating radio sources. Alright, അപ്പോൾ ന്യൂട്രോൺ സ്റ്റാർ ആണിത്. ന്യൂട്രോൺ സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? 1.4 സോളാർ മാസിനേക്കാളും കൂടുതലുണ്ടെന്ന് കരുതുക. ഓക്കെ, it shrinks and electron degeneracy pressure does not stop gravitational collapse. It collapses. Alright, പക്ഷെ ഇത് കൂടുതൽ കൊളാപ്സ് ആകുന്ന സമയത്ത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ന്യൂക്ലിയോൺസ് ഒക്കെ സെപ്പറേറ്റഡ് ആവും. Alright, nucleons will get separated. Okay, and then there will be a degeneracy pressure. കാരണം ന്യൂട്രോൺസും
നമുക്കറിയാം ഫെർമിയോൺസ് ആണ്. സോ ദേ ഓൾസോ cannot be put into the same state. Right? So this also will cause a pressure. ഇതിനെയാണ് നമ്മൾ ന്യൂട്രോൺ ഡീജനറസി പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്രോൺ ഡീജനറസി പ്രഷർ കൊണ്ട് നിലനിൽക്കുന്ന ഗ്രാവിറ്റേഷൻ കൊളാപ്സിനെ കൗണ്ടർ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ന്യൂട്രോൺ സ്റ്റാറിന്റെ വേറെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി അതിന്റെ റൊട്ടേഷൻ. ന്യൂട്രോൺ സ്റ്റാർസ് റൊട്ടേറ്റ്, ഇറ്റ്സ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. റൈറ്റ്, ദർസ് ഓൾസോ they have rotation, and നമ്മുടെ എർത്തിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ന്യൂട്രോൺ സ്റ്റാറിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. Okay, a neutron star rotates hundreds or even thousands of times per second. Right, it rotates at a very huge speed. ഇനി നമ്മൾ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം നോക്കുകയാണെങ്കിൽ, right, so when materials are thrown away from the star in arbitrary directions, they pick up angular momentum. ഇത് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇപ്പൊ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ I, ആംഗുലർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ ആംഗുലർ മൊമെന്റം ഇസ് I ഒമേഗ. റൈറ്റ്, ആംഗുലർ മൊമെന്റം ഇസ് I multiplied by omega. ആംഗുലർ മൊമെന്റം കൺസർവേഷൻ എന്ന് പറയുന്നത് I ഒമേഗ ഇസ് എ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിക്രീസ് ചെയ്യും സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് തന്നെ കൺസർവേഷൻ ആംഗുലർ മൊമെന്റം കൺസർവ്ഡ് ആണെങ്കിൽ ഒമേഗ ഷുഡ് ഇൻക്രീസ്. റൈറ്റ്, അതുകൊണ്ടാണ് ഇത് ഹൈ സ്പീഡ് റൊട്ടേഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഇതിൽ ചില ന്യൂട്രോൺ സ്റ്റാർസ് ബൈനറീസിന്റെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും പഠിക്കാൻ സഹായകമാണ്. റൈറ്റ്, അടുത്ത പൾസേഴ്സ് ആൻഡ് ന്യൂട്രോൺ സ്റ്റാർസ്. ഓക്കെ, ഈ പൾസർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ദീസ് ആർ പൾസേറ്റിംഗ് റേഡിയോ സോഴ്സസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആകാശം പരിശോധിക്കുകയാണെങ്കിൽ you see that there are some radio sources. Okay, you get some signals, you get some intermittent signals. Okay, ആദ്യത്തെ കാലത്ത് വിചാരിച്ചിരുന്നത്, ഇത് ആദ്യം ഡിറ്റക്ട് ചെയ്തപ്പോൾ, ഈ സിഗ്നൽസ് ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്തപ്പോൾ വിചാരിച്ചത് ഏതോ ഏലിയൻ പോപ്പുലേഷൻ, ഏലിയൻ പീപ്പിൾ അല്ലെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ്സ്, നമ്മൾ എന്താ പറയുക, അന്യഗ്രഹ ജീവികൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നൊക്കെയാണ് ആദ്യം കരുതിയിരുന്നത്. ബട്ട് ഫോർച്ചുനേറ്റ്ലി വി ഹാവ് എ ബെറ്റർ എക്സ്പ്ലനേഷൻ നൗ. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. ഓക്കെ, ന്യൂട്രോൺ സ്റ്റാർ എങ്ങനെയാണ് പൾസേഴ്സ് ആവുന്നത്? ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ പൾസേഴ്സ് എന്നുള്ള ക്ലാസ്സിലുള്ള ന്യൂട്രോൺ സ്റ്റാറിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിക് മോഡൽ ഇങ്ങനെയാണ്. ദർസ് എ മാഗ്നറ്റിക് ആക്സിസ്. റൈറ്റ്, പൾസേഴ്സിന് മാഗ്നറ്റിക് ആക്സിസ് ഉണ്ട്, എർത്തിന് നോർത്ത് സൗത്ത് ആക്സിസ് ഉള്ളതുപോലെ. Okay, but this is tipped. Okay, this is at an angle with respect to the rotation axis. അപ്പോൾ റൊട്ടേഷൻ ആക്സിസും മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസും സെയിം അല്ല. ഓക്കെ, അപ്പോൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമുക്കറിയാം, അയോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവയൊക്കെ ഈ ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ട്രാവൽ ചെയ്യും. ദേ ട്രാവൽ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് ദീസ് ആർ ആക്സിലറേറ്റഡ്, ദീസ് പാർട്ടിക്കിൾസ് ആർ ആക്സിലറേറ്റഡ് ആൻഡ് they are emitted. Alright, അപ്പോൾ ഇത് ഈ രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസ്. ഓൾറൈറ്റ്, അപ്പോൾ ഈ രീതിയിൽ അത് റേഡിയേഷൻ ആയിട്ട് പുറത്തേക്ക് പോകും. As the neutron star rotates around its rotation axis, the beamed radiation sweeps across the earth and the pulse is detected. Alright, അപ്പോൾ ഇതേ സമയം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ആംഗിളിൽ നിന്ന് നമുക്ക് ഈ പൾസ് പിടിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിൽ ചെയ്യുന്നു, ലൈറ്റ് ഹൗസിൽ നിന്ന് മുകളിൽ കറങ്ങുമ്പോൾ ഓരോ പോയിന്റിൽ ലൈറ്റ് നമ്മളെ കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. റൈറ്റ്, അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ട് ലൈറ്റ് വരുന്നതായിട്ട് കാണാൻ കഴിയും. റൈറ്റ്, ഏകദേശം അതുപോലുള്ള ഒരു കാര്യമാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. There are magnetic field lines. This is a magnetic field axis. There's a rotation axis and there's radiation. ഈ റേഡിയേഷനും ഈ റൊട്ടേഷനും, ഇതിന്റെ ആക്സിസിൽ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തമ്മിലൊരു ചെറിയൊരു ആംഗിൾ ഉണ്ട്, റൊട്ടേഷൻ ആക്സിസും മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസും തമ്മിൽ. ഓക്കെ, അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എർത്തിന്റെ നേരെ ആയിരിക്കുന്ന ഓറിയന്റേഷനിൽ വി ഗെറ്റ് സം പൾസസ്. സോ ദാറ്റ്സ് ദ റീസൺ we first thought that these are some signals. Okay, because it's like a lighthouse, it's like a pulse searching for us. ഇനി ന്യൂട്രോൺ ഡീജനറസിക്കും പ്രഷറിനും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് കരുതുക, അത്ര മാസീവ് ആണെന്ന് കരുതുക. റൈറ്റ്, അതായത് ഏത് മാസിൽ വേണമെങ്കിലും, അതായത് നമ്മുടെ ചന്ദ്രശേഖര ലിമിറ്റിനേക്കാളും കൂടിയ മാസാണ്. റൈറ്റ്, പക്ഷെ ന്യൂട്രോൺ സ്റ്റാർ ആവാൻ ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ മാസ് ഉണ്ട്. ഓക്കെ, അതായത് ബ്ലാക്ക് ഹോൾ ആവുന്നത് 3 സോളാർ മാസ്, മിനിമം മാസ് ഓഫ് എ ബ്ലാക്ക് ഹോൾ ഇസ് 3 സോളാർ മാസ്. അപ്പൊ 3 സോളാർ മാസ് എങ്കിലും ഉണ്ടെങ്കിൽ, റൈറ്റ്, ഇതിന്റെ കോൺട്രാക്ഷൻ ഇലക്ട്രോ ഡീജനറസി പ്രഷറിനെ തടയാൻ കഴിയില്ല,
ന്യൂട്രോൺ ഡീജനറസി പ്രഷറിനെ തടയാൻ കഴിയില്ല ആൻഡ് ദെൻ ദ റേഡിയസ് ഗോസ് ടു സീറോ. റൈറ്റ്. അപ്പോൾ അതായത് ഇത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പ്രൊഡിക്ഷനും കൂടിയാണ്. അപ്പോൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്ന ഇത്തരം സിറ്റുവേഷൻസിൽ ഡെൻസിറ്റി, കാരണം ഡെൻസിറ്റി പറയുന്നത് മാസ് പെർ വോള്യൂം, റൈറ്റ്. പക്ഷേ റേഡിയസ് സീറോയിലേക്ക് പോവുകയാണെങ്കിൽ മാസ് പെർ വോള്യൂം ബിക്കംസ് ഇൻഫിനിറ്റ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇൻഫിനിറ്റ് വരുന്ന ഇതിനെയാണ് നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു പ്രൊഡിക്ഷനാണ്. അതായത് ഇൻഫിനിറ്റ് മാസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഡെൻസിറ്റി വരും, അതൊരു ഇൻഫിനിറ്റ് കർവേച്ചർ വരും. ഇങ്ങനെ ഇൻഫിനിറ്റീസ് പ്രൊഡിക്ട് ചെയ്യുന്നത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു പ്രൊഡിക്ഷൻ ആണ്. ഓൾറൈറ്റ്. അപ്പോൾ ആക്ച്വലി ഫിസിക്കലി അവിടെ അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ഡെൻസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. ഓൾറൈറ്റ്. അപ്പം ആൾക്കാർ കരുതുന്ന അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ശരിക്കും ഉണ്ടാവില്ല. തിയറിയുടെ ഒരു പ്രോബ്ലം കാരണമാണ് അങ്ങനെ സിംഗുലാരിറ്റി പ്രൊഡിക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഓൾറൈറ്റ്. തിയറിയുടെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ കുറച്ച് ഇലാബറേറ്റ് ചെയ്യാം. ആക്ച്വലി നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സ് ക്വാണ്ടം മെക്കാനിക്കലാണ്. ബട്ട് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇസ് എ ക്ലാസിക്കൽ തിയറി. ഓൾറൈറ്റ്. അപ്പോൾ ഇതുപോലുള്ള എക്സ്ട്രീം സിറ്റുവേഷൻസിൽ, ഓക്കെ, നമ്മൾ ഇൻഫിനിറ്റ്ലി ഡെൻസ് ആകും എന്നൊക്കെ പറഞ്ഞുള്ള എക്സ്ട്രീം സിറ്റുവേഷൻസിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ കൂടുതൽ പ്രാധാന്യം ഉള്ളവയാണ്. ഓക്കെ. പക്ഷേ അത്തരം സിറ്റുവേഷനെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറി നമുക്കില്ല. വി ഡോണ്ട് ഹാവ് എ ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി. ഓക്കെ. അപ്പോൾ ബ്ലാക്ക് ഹോളിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് സിംഗുലാരിറ്റി, ഷ്വാർട്സ്ചൈൽഡ് റേഡിയസ് ആൻഡ് ദ ഇവന്റ് ഹൊറൈസൺ. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ഈ ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആണ്. ഓക്കെ. അപ്പോൾ ഇത് ബ്ലാക്ക് ഹോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദ ഇനീഷ്യൽ വെലോസിറ്റി വിത്ത് വിച്ച് യു നീഡ് ടു സ്റ്റാർട്ട് സോ ദാറ്റ് യു ക്യാൻ എസ്കേപ്പ്. റൈറ്റ്. അപ്പോൾ നമുക്ക് എർത്തിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര സ്പീഡ് ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കുകയാണെങ്കിൽ അത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ മറികടന്ന് പുറത്തെത്തും എന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ അതേസമയം ഇതിന്റെ കാര്യം നോക്കുകയാണ്, ബ്ലാക്ക് ഹോളിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡാണ്. ലൈറ്റിന്റെ സ്പീഡിനേക്കാളും കൂടുതലാണ്. ലൈറ്റിന്റെ സ്പീഡിനേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞാൽ ലൈറ്റിന് പോലും ബ്ലാക്ക് ഹോളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ബിക്കോസ് ലൈറ്റ് ഡസ് നോട്ട് എസ്കേപ്പ് ഫ്രം ദ ബ്ലാക്ക് ഹോൾ. റൈറ്റ്. അപ്പൊ ഇവിടെ ചെറിയൊരു ക്യാച്ച് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ എർത്തിൽ നിന്ന് ഉള്ള എസ്കേപ്പ് വെലോസിറ്റി നമുക്കറിയാം. പക്ഷെ ആ എസ്കേപ്പ് വെലോസിറ്റി അറ്റൈൻ ചെയ്യാതെ തന്നെ നമുക്ക് എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിന് പുറത്തെത്താം, അല്ലെ? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ, റൈറ്റ്. അല്ലെങ്കിൽ ഒരു കാർബൺ നാനോ ട്യൂബ് നമ്മൾ നമ്മുടെ എർത്തിൽ നിന്ന് പുറത്തേക്ക് ഇടുകയാണെന്ന് കരുതുക. റൈറ്റ്. അപ്പൊ അതിലൂടെ ഒരു ചെറിയ ബഗ്, ഏതെങ്കിലും ഒരു ജീവി പതുക്കെ കയറി പോകുന്നുണ്ടെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി അറ്റൈൻ ചെയ്യാതെ തന്നെ ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ പുറത്ത് പോകാൻ കഴിയും. ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആക്സിലറേഷൻ കൊടുത്താൽ മതി. സോ ഈ നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ പുറത്ത് പോകണമെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി അറ്റൈൻ ചെയ്യണം നിർബന്ധമില്ല. ഓക്കെ. യു ജസ്റ്റ് ഹാവ് ടു ഗിവ് ഇനഫ് ഫോഴ്സ്. പതുക്കെ നമുക്ക് ഇതിന്റെ പുറത്ത് കിടക്കാം. ഓക്കെ. പക്ഷെ ബ്ലാക്ക് ഹോളിന്റെ കേസ് ഇങ്ങനെയല്ല. ബ്ലാക്ക് ഹോളിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി ലൈറ്റിന്റെ സ്പീഡാണ്. മാത്രമല്ല ഒരു കോൺസ്റ്റന്റ് ഫോഴ്സോ ആക്സിലറേഷനോ ഉപയോഗിച്ച് പോലും നമുക്ക് ബ്ലാക്ക് ഹോളിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയില്ല. അതിന്റെ കാരണം അവിടെ സ്പേസ് ടൈം അത്രയ്ക്കും കർവ്ഡ് ആണ്. ഓക്കെ. നമ്മൾ ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസണിന്റെ ഉള്ളിൽ നിന്ന് പല രീതിയിലുള്ള ഡയഗ്രം ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്ന റീജിയൻ, ഇവന്റ് ഹൊറൈസണിന്റെ റീജിയന്റെ ഉള്ളിലേക്കാണെങ്കിൽ, ഈ പോയിന്റിനെയാണ് നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സിംഗുലാരിറ്റി വെൽ ഇനഫ്. ഓക്കെ. ഇത് സ്പേസ് ടൈം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് റഫ് ആയിട്ടുള്ള ഒരു ചിത്രം വരച്ചതാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്കാണെങ്കിൽ ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്ന പാത്തുകളെല്ലാം തന്നെ വളഞ്ഞ് ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ ആയിരിക്കും പോവുക. എവറി ട്രജക്ടറി ദാറ്റ് യു ക്യാൻ ഇമാജിൻ വിത്തിൻ ദ ഇവന്റ് ഹൊറൈസൺ എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആണ്. ഓക്കെ. അപ്പോൾ അവിടെ ഇവന്റ് ഹൊറൈസണിന്റെ ഉള്ളിലേക്കുള്ള ഏതെങ്കിലും പോയിന്റ് നമ്മളൊക്കെ ട്രജക്ടറി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ട്രജക്ടറീസും ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് തന്നെ ആയിരിക്കും. ദർ ആർ നോ ട്രജക്ടറീസ് ഔട്ട് ഓഫ് ദ ബ്ലാക്ക് ഹോൾ. ഓക്കെ. അതുകൊണ്ട് ബ്ലാക്ക് ഹോൾസ് ആർ ട്രൂലി regions of high gravity, right? Not even light can escape. Right. Okay. ഈ ഇൻഫിനിറ്റ്ലി ഡെൻസ്, ഇൻഫിനിറ്റ്ലി സ്പേസ് ടൈം കർവേച്ചർ ഒക്കെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ ഈ ഇൻഫിനിറ്റ് വരുന്നുണ്ടാണ് നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. സിംഗുലാരിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു പ്രൊഡിക്ഷൻ ആണ്. ഓക്കെ. അപ്പോൾ അതൊരു നേരത്തെ പറഞ്ഞു ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഫെയിലിയറും കൂടെയാണ്. ഫെയിലിയറിനെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി തന്നെ പ്രൊഡിക്ട് ചെയ്യുന്നതാണ്. കാരണം ഏതെങ്കിലും ഒരു ഫിസിക്കൽ സിറ്റുവേഷന് കറസ്പോണ്ട് ചെയ്യുന്ന ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞ ആൻസർ വരികയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് റിയലി അക്സെപ്റ്റബിൾ. റൈറ്റ്. So actually we don't expect that there is an infinite density there. Okay. But in general theory of relativity, if general theory of relativity is the correct theory completely, then there would be a singularity, whatever that means. Okay. All right. നമ്മൾ സിംഗുലാരിറ്റി പറഞ്ഞു. അതുപോലെ എന്താണ് പോയിന്റ് ഓഫ് നോ റിട്ടേൺ അല്ലെങ്കിൽ ഇവന്റ് ഹൊറൈസൺ. ഈ പോയിന്റ് ഓഫ് നോ റിട്ടേൺ നമ്മൾ ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്നത്. ഓക്കെ. മൂന്നാമത് ഒരു പോയിന്റ് ഉണ്ടായിരുന്നത്
ഷ്വാർച്ച്ചൈൽഡ് റേഡിയസ്. ഓക്കെ, അപ്പോൾ കാൾ ഷ്വാർച്ച്ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഐൻസ്റ്റൈൻ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടാണ് പ്രത്യേക ചില സിമെട്രികളൊക്കെ അസ്യൂം ചെയ്തു. സ്ഫെറിക്കലി സിമെട്രിക് ആയിട്ടുള്ള മാറ്റർ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസ്യൂം ചെയ്തുകൊണ്ട് ചില സിറ്റുവേഷൻസിൽ ഈ ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്തു, ഐൻസ്റ്റൈൻ്റെ ഫീൽഡ് ഇക്വേഷൻ സോൾവ് ചെയ്തു. അപ്പോൾ അതിന്റെ സൊല്യൂഷന്റെ ഭാഗമായിട്ട് വന്ന കാര്യമാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ ഷ്വാർച്ച്ചൈൽഡ് റേഡിയസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഷ്വാർച്ച്ചൈൽഡ് റേഡിയസ് നമ്മൾ ബ്ലാക്ക് ഹോൾ എടുക്കുകയാണെങ്കിൽ ഷ്വാർച്ച്ചൈൽഡ് റേഡിയസ്, ഓക്കെ, അവിടെ കോർഡിനേറ്റ് 0, നമുക്ക് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് എടുക്കുകയാണെങ്കിൽ 0-ലാണ് സിംഗുലാരിറ്റി എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് റേഡിയസ് എടുക്കാം. ഓക്കെ, ഈ റേഡിയസിനെ ഷ്വാർച്ച്ചൈൽഡ് റേഡിയസ് എന്ന് പറയും. എപ്പോഴാണ് ഇത് പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആണെങ്കിൽ, ഈ റേഡിയസ് കടന്നു കഴിഞ്ഞാലാണ് ലൈറ്റിന്റെ സ്പീഡ്, അല്ലെങ്കിൽ ലൈറ്റിന്റെ സ്പീഡ്, എസ്കേപ്പ് വെലോസിറ്റി ലൈറ്റിന്റെ സ്പീഡ് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓൾറൈറ്റ്, ഇതിന്റെ പുറത്തേക്ക് എസ്കേപ്പ് വെലോസിറ്റി ലൈറ്റിന്റെ സ്പീഡിനേക്കാളും കുറവായിരിക്കും. ഓൾറൈറ്റ്, ഇതിന്റെ ഉള്ളിലേക്കാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ലൈറ്റിന്റെ സ്പീഡിനേക്കാളും കൂടുതലായിരിക്കും. ഓൾറൈറ്റ്, അപ്പോൾ ഇത് ലൈറ്റിന്റെ സ്പീഡിനേക്കാളും കൂടുതൽ എസ്കേപ്പ് വെലോസിറ്റി വരുന്ന പോയിന്റിനെയാണ് നമ്മൾ ഷ്വാർച്ച്ചൈൽഡ് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്നത് ഷ്വാർച്ച്ചൈൽഡ് ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസൺ ഉള്ളത് ഷ്വാർച്ച്ചൈൽഡ് റേഡിയസ് എന്നുള്ള ഡിസ്റ്റൻസിലാണ്. അതിന്റെ സെന്ററിൽ നിന്ന് ഷ്വാർച്ച്ചൈൽഡ് റേഡിയസ് എന്നുള്ള ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അതുപോലെ ബ്ലാക്ക് ഹോളുകളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി വേണം. പക്ഷെ ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള ആൾക്കാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പെൻറോസ് ആക്ച്വലി പറഞ്ഞു, റോജർ പെൻറോസ് ആക്ച്വലി പറഞ്ഞു, കുറച്ച് വർഷം മുമ്പ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു എസെൻഷ്യൽ ഫീച്ചർ ആണെന്ന് പ്രൂവ് ചെയ്തതിനാണ്. ഓക്കെ, അതുപോലെ സ്റ്റീഫൻ ഹോക്കിംഗ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ് മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റുള്ള റീജിയനിൽ ക്വാണ്ടം മെക്കാനിക്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ക്വാണ്ടം തിയറി, ക്വാണ്ടം റൂൾസ്, ലോസ് ഓഫ് ക്വാണ്ടം ഫിസിക്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്കാണ് എത്തിയത്. ബ്ലാക്ക് ഹോളുകൾ പതുക്കെ ഇവാപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വളരെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ ആയിരുന്നു ബ്ലാക്ക് ഹോളുകൾ പതുക്കെ ഇവാപ്പറേറ്റ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, ദീസ് ആർ ഇൻട്രസ്റ്റിംഗ് തിങ്സ്. പതുക്കെ ഇവാപ്പറേറ്റ് ചെയ്യും, അതിന്റെ ഇവാപ്പറേഷൻ റേറ്റ് വളരെ സ്ലോ ആണ്, പക്ഷെ പതുക്കെ പതുക്കെ ഇവാപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഇതുകൊണ്ട് ഈ ഒരു ഐഡിയയുടെ വളരെയധികം പാരഡോക്സിക്കൽ സിറ്റുവേഷൻസ് അറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ ഇൻഫർമേഷൻ പാരഡോക്സ് എന്നിങ്ങനെയുള്ള പാരഡോക്സിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ അറൈസ് ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഈ ഒരു ഡിസ്കവറി, ഈ ഒരു കണ്ടുപിടുത്തം, അതായത് ബ്ലാക്ക് ഹോളുകൾ ഇവാപ്പറേറ്റ് ചെയ്യും, പതുക്കെ പതുക്കെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്തിട്ട് ഇല്ലാതായി പോകും, കംപ്ലീറ്റ് ആയിട്ട് വാനിഷ് ചെയ്യും എന്നുള്ള ഒരു തിയററ്റിക്കൽ കാര്യം, തിയററ്റിക്കൽ റിസൾട്ട് സ്റ്റീഫൻ ഹോക്കിംഗ് മുന്നോട്ട് വെച്ചു. റൈറ്റ്, അപ്പോൾ ഇത് ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ധാരണ തരുന്നുണ്ട്. റൈറ്റ്, അപ്പോൾ ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ക്ലൂ എന്ന് പറയുന്നത് ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഈ ഒരു കണ്ടുപിടുത്തമാണ്. റൈറ്റ്, സോ യു ക്യാൻ റീഡ് അബൌട്ട് ദീസ് തിങ്സ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. അതിൽ ബ്ലാക്ക് ഹോളുകൾ തന്നെ 3 തരത്തിലുണ്ട്: സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾസ്, പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോൾസ് ആൻഡ് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ്. സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് സ്റ്റാർ 3 സോളാർ മാസിനേക്കാളും കൂടുതൽ മാസുള്ള സ്റ്റാർസ് കോൺട്രാക്ട് ചെയ്ത് യാതൊന്നിനും അതിന്റെ ഗ്രാവിറ്റേഷൻ കൊളാപ്സിനെ തടയാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ഇൻഫിനിറ്റ് ഡെൻസിറ്റി ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് ചുരുങ്ങും. ഓക്കെ, ഇതിനാണ് സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. They are as a result of the death of a star. Okay, death of certain stars. Death of certain stars leads to stellar black holes. അല്ലെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് നമ്മൾ കണ്ടാണ് ഗാലക്സി, ചില ഗാലക്സികളുടെ സെന്ററിലുള്ള ഹ്യൂജ്ലി മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോളുകളെയാണ് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. അതുപോലെ പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്ന ഒരു ഇതും കൂടെ ഉണ്ട്. ഇപ്പൊ പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോൾസ് ഒന്നും തന്നെ ഒബ്സർവ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് യൂണിവേഴ്സ് ബിഗ് ബാങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്ന സമയത്ത് ചില റീജിയനിൽ ബ്ലാക്ക് ഹോളുകൾ ഫോം ചെയ്തിരിക്കാം, ടൈനി, ഓക്കെ, ചെറിയ ബ്ലാക്ക് ഹോളുകൾ ഫോം ചെയ്തിരിക്കും. ഇതിനെയാണ് പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോൾസ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണമുള്ള ഹോക്കിങ്ങിന്റെ പ്രൊഡിക്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ബ്ലാക്ക് ഹോളുകൾ വലുതാവും തോറും, ബ്ലാക്ക് ഹോളുകളുടെ സൈസ് കൂടും തോറും ഇവാപ്പറേഷന്റെ സമയവും വളരെ വളരെ കൂടും. അതേസമയം നമ്മൾ ചെറിയ ബ്ലാക്ക് ഹോളുകൾ നമുക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ നേച്ചറിൽ ചെറിയ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടെങ്കിൽ എന്താണ് ഹോക്കിങ്ങിന്റെ പ്രൊഡിക്ഷൻ അനുസരിച്ച് പെട്ടെന്ന് തന്നെ ഇവാപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ട് പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോൾസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ യു കുഡ് ആക്ച്വലി ചെക്ക് വെദർ സ്റ്റീഫൻ ഹോക്കിംഗ് ഈസ് കറക്റ്റ്. പക്ഷെ അത്തരം ബ്ലാക്ക് ഹോളുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. Alright, so that's I think all we need about black holes. You can read the textbook for more details. Schwarzchild black hole, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. Schwarzchild applied Albert Einstein's field equation general relativity for black holes. Okay, he solved the field equations under certain assumption. Alright, non-rotating electrically neutral ആണെന്നൊക്കെ പറഞ്ഞു. ഇതിനെയാണ് Schwarzchild black hole എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർ കോൺട്രാക്ട് ചെയ്യും. ഷ്വാർച്ച്ചൈൽഡ് ബ്ലാക്ക് ഹോൾ ഉണ്ടാകാവുന്ന ഒരു ഫിസിക്കൽ സിറ്റുവേഷൻ സ്റ്റാർ കോൺട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഗ്രാവിറ്റേഷൻ കൊളാപ്സ് കാരണം റേഡിയസ് ലെസ് ദാൻ ഷ്വാർച്ച്ചൈൽഡ് റേഡിയസ് ബിക്കംസ് എ ബ്ലാക്ക് ഹോൾ. We can consider Schwarzchild radius as the event horizon. Event horizon is defined by this particular radius. Okay.
what happens to the matter that is compressed into event horizon depends on the rotation of the black hole, right? അപ്പോൾ ഇതുപോലെ റൊട്ടേറ്റിംഗ് ബ്ലാക്ക് ഹോളിന് ഇതുപോലെ സൊല്യൂഷൻസ് ഉണ്ട്. ഇതിനെ കെർ ബ്ലാക്ക് ഹോൾസ് എന്നാണ് പറയുക, റൈറ്റ്? ദർ ആർ ഡിഫറെന്റ് സൊല്യൂഷൻസ്. ഓക്കെ, നമ്മൾ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഇതാണ് എടുക്കുന്നതെങ്കിൽ ദീസ് ആർ കോൾഡ് കെർ ബ്ലാക്ക് ഹോൾസ്. ഷ്വാർസ്ചൈൽഡ് ബ്ലാക്ക് ഹോൾസ് ഉണ്ട്, കെർ ബ്ലാക്ക് ഹോൾസ് ഉണ്ട്. ഓക്കെ, so if the black hole is non-rotating, right, a Schwarzchild situation പോലെ non-rotating ആണെങ്കിൽ the matter collapses to a point with spherical symmetry. Technically speaking, the point to which the star collapses is called a singularity. Right, it's called a singularity. അപ്പോൾ സ്പേസിലുള്ള ഒരു പോയിന്റ് ആണെന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. ഇറ്റ്സ് നോട്ട് എ പോയിന്റ് ഇൻ സ്പേസ്, rather it's a point in time, or it's a point of time എന്ന് പറയാറുണ്ട്. Right, you can think about these things or read about these things, they are interesting. അപ്പോൾ ഈ സിംഗുലാരിറ്റി എന്നുള്ള പോയിന്റിൽ the volume goes to zero, gravity becomes infinite, everything becomes infinite. Okay, all right. So the event horizon of rotating black holes are not spherical and their poles are flattened. Though the black hole cannot be seen, their existence can be predicted by their influence in the neighborhood. Right. അപ്പോൾ അത് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ബൈനറികളിൽ ഒന്ന് ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ, ബൈനറി സ്റ്റാർസ്, പെയർ ഓഫ് ബൈനറി സ്റ്റാർസിൽ ഒന്ന് ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ ഒക്കെ അത് അടുത്ത സ്റ്റാറിന്റെ ഗ്യാസുകളും ഈ കാര്യങ്ങളൊക്കെ പതുക്കെയോ വേഗത്തിലോ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഒരു അക്രീഷൻ ഡിസ്ക് ഫോം ചെയ്യും. അക്രീഷൻ ഡിസ്ക് ഫോം ചെയ്യുമ്പോൾ റേഡിയേഷൻസ് ഉണ്ടാവും. ഇത് ഇവന്റ് ഹൊറൈസണിന്റെ പുറത്തുനിന്നുണ്ടാകുന്ന റേഡിയേഷൻസ് എസ്കേപ്പ് ചെയ്യും. വി ക്യാൻ ആക്ച്വലി ഡിറ്റക്ട് them. Right? Then only explanation for many of such radiations is that there has to be a black hole. Okay. All right. So that's how we do these things. Okay. All right. But there are a lot of black holes. We believe now that there are a lot of black holes. Okay, you can look at the names just for remembering. Okay, you can look at the textbook for the names of a few of the black holes. Okay. So with that, I will conclude this lecture. Okay. Thank you.